നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കേരള വിസിറ്റും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുമാണ്. എനിക്ക് സാർ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും എന്താണ് എന്നെ ആകർഷിച്ചത്. ഒന്ന്, അദ്ദേഹം പറയുന്നു കേരളം എന്ന പേര് മാറ്റിയത് എന്തോ വലിയ കാര്യമാണ്. എനിക്ക് ചിരിയാണ്, താങ്കൾക്കും ചിരി വരുന്നത്. കേരള നിയമസഭ പാസാക്കി അയച്ച ഒരു റെസൊല്യൂഷൻ കേന്ദ്ര ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തത് വലിയ കാര്യമാണ് എന്ന് അദ്ദേഹം കേരളത്തിലെ മലയാളികളോട് പറയുന്നത്. മലയാളികളൊക്കെ ചിരിക്കും, ഞാനും താങ്കളും ചിരിച്ച പോലെ ചിരിക്കും എന്നല്ല, അതൊന്നും പറയുന്നില്ല. പിന്നെ ഒന്ന് വളരെ പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ MMC എന്ന് വിളിച്ചതാണ്. അതിനെ ഡൽഹിയിലെ ഹിന്ദി അക്രോണമി അനുസരിച്ച് അതൊരു തെറിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് എന്ന് പറഞ്ഞത്. അതായത് മുസ്ലിങ്ങളെയും മാവോയിസ്റ്റുകളെയും കൂട്ടിയിണക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. എനിക്ക് അത്ഭുതമായി പോയി. അതായത് അർബൻ നക്സൽ എന്ന് കേട്ടിട്ടുണ്ട് ഇതുവരെ, പക്ഷെ മാവോയിസ്റ്റ് എന്ന് കോൺഗ്രസുകൾ വിളിക്കുന്നത് ആദ്യമായിട്ടാണ്. മാവോയിസ്റ്റുകൾ പൊതുവെ സറണ്ടർ ചെയ്യുന്ന സമയത്ത് അത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സാർ എന്താണ് ഇത്? അദ്ദേഹത്തിന് എന്താണ് ബി ജെ പിക്ക് ഒരു ഹോപ്പുമില്ലേ കേരളത്തിൽ എന്നാ ചോദിക്കേണ്ടി വരും. ഇത് രണ്ടും. അതെ, ചെറിയാൻ, താങ്കൾക്ക് ഒരു ഷേക്സ്പിയർ ഉദ്ധരണി വളരെ പരിചയമായിരിക്കും. ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈയിങ് നത്തിങ്. ഷേക്സ്പിയറിന്റെ വളരെ സുപ്രസിദ്ധമായ ഒച്ചയും ബഹളവും വെടിക്കെട്ടും, ഒരർത്ഥമില്ലാത്ത വെടിക്കെട്ടും ശബ്ദവും പുകയും. ഇതായിരുന്നു മോഡിയുടെ സന്ദർശനം. അത് വലിയ വിജയകരമായിരുന്നു. സംഘടനാപരമായി BJPക്ക് വലിയ വിജയമായിരുന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അവരുടെ തിരഞ്ഞെടുപ്പ് ഉദ്ഘാടനത്തിന്റെ NDAയുടെ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനത്തിന് അവരുടെ അണികളെ പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന് വളരെ ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു ആളുകൾ, ഒരു കൂട്ടമായിരുന്നു അവിടെ എറണാകുളത്ത് എത്തിയത്. ഞാനത് നേരിട്ട് കണ്ടയാളാണ്. അപ്പൊ തീർച്ചയായിട്ടും BJPയുടെ അണികളെ ഉത്സാഹപ്പെടുത്തുന്ന ഒരു ചടങ്ങായിരുന്നു. രണ്ട്, ധീവര സഭയുടെ, അത് വളരെ പ്രധാനമാണ് കേരള രാഷ്ട്രീയത്തിൽ. കേരളത്തിലെ തീരപ്രദേശത്തെ നിരവധി, എന്റെ കണക്കിൽ ഒരു 40 മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീനമുള്ള ധീവര സഭയുടെ മുഖ്യ രാഷ്ട്രീയ കക്ഷിയെ BJPയോട് കൂടി കൂട്ടി നിർത്തി. ഇപ്പൊ ദിനകരൻ നേതൃത്വത്തിൽ അതാണ് ഇവിടെ കണ്ടത്. അത് വളരെ പ്രധാനമാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, കേരളത്തിൽ BJPക്ക് ആദ്യം വേരോട്ടം ഉണ്ടാക്കി കൊടുത്ത സമുദായങ്ങളിൽ ഒന്നാണ് തീരപ്രദേശത്തെ ധീവര, അതായത് ഹിന്ദു മുക്കുവർ. ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഹിന്ദു മുക്കുവർ, മുസ്ലിം കച്ചവടക്കാരും മുസ്ലിം ജനതയുമായി തീരപ്രദേശത്ത് വലിയ സൗഹൃദം നിർത്താത്ത, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് BJPയുടെ ശാഖകളും ക്ഷേത്രങ്ങളും തുടങ്ങി ഇന്ന് അവരുടെ സപ്പോർട്ടിംഗ് ബേസിന്റെ അടിത്തറയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ധീവരരെ അവർ ഉറപ്പിച്ചു നിർത്തുകയാണ് മോഡിയുടെ ഇതോടുകൂടി. ഇതൊരു പ്രധാനപ്പെട്ട രണ്ട് കാര്യവും കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് പറഞ്ഞത് കേരളത്തിന് അപമാനകരമായ ഒരു സംഭവത്തോടുകൂടിയാണ്. അതായത് റിയാസ് എന്ന കേരളത്തിലെ PWD മന്ത്രിയെ, അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, കേരളത്തിലെ ദേശീയ പാതയുടെ കോർഡിനേറ്റർ, കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ചുമതലക്കാരനായ റിയാസ് എന്ന മന്ത്രിയെ മുഖ്യമന്ത്രിയുടെ മരുമകനാണെന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ്, അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് കടുത്ത കേരള വിരുദ്ധതയും കടുത്ത മുസ്ലിം വിരുദ്ധതയും കാണിച്ചുകൊണ്ടാണ് ഈ മോഡിയുടെ സന്ദർശനം അവസാനിച്ചത്. ഇത് BJPക്ക് ഗുണം കിട്ടുമെന്നുള്ള ധാരണയിലാണ് ഇവർ ചെയ്തതെങ്കിൽ അത് വിപരീതമായിട്ടാണ് ഭവിക്കാൻ പോകുന്നത്. കേരള സ്റ്റോറി 3 എന്ന പേരിൽ ഈ റിയാസിന്റെ ബഹിഷ്കരണം കേരളത്തിലെ പൊതു മനസാക്ഷി, അത് CPM മാത്രമല്ല, വാസ്തവത്തിൽ CPM അത്തരത്തിൽ അതിനെ വേണ്ടത്ര വിമർശിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ. എന്നാൽ കോൺഗ്രസിലെ സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇതും വലിയ തെറ്റായിരുന്നുവെന്ന്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വളരെ തറ പരിപാടിയായി പോയി എന്ന്.
അതാണ് മലയാളിയുടെ മനസ്സിൽ. അതിന് രാഷ്ട്രീയമോ ഒന്നും മലയാളി അംഗീകരിക്കില്ല. അത് കേരളത്തിന്റെ മതനിരപേക്ഷതയോടുള്ള കേരളത്തിലെ അന്ധമായ രാഷ്ട്രീയ അന്ധതയുടെ പ്രകടനമായി കേരളം കാണും. അത് BJPക്ക് വിനയാവും എന്നുള്ളതാണ് മോഡിയുടെ ഈ ഏറ്റവും ഒടുവില്. പിന്നെ ഒന്നും പ്രഖ്യാപിച്ചില്ല. താങ്കൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കേരളമാണ് ഇനിയും AIMSന് സ്ഥലം വിട്ടുകൊടുത്തിട്ട് പോലും AIMS ലഭിക്കാത്ത 4 ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്ന്. എന്ത് കാരണമാണ് ഇവർക്ക് പറയാനുള്ളത്? ഇത്ര സ്ഥലത്ത് കോഴിക്കോടിനടുത്ത് കിനാനല്ലൂർ, ഞാൻ അവിടെ പോയിട്ടുള്ള സ്ഥലമാണ്. അവിടെ എത്രയോ വർഷമായി AIMSന് സ്ഥലമുണ്ട്. എന്തിന് അത് പറ്റില്ലെങ്കിൽ ഇവിടെ നമ്മുടെ പഴയ നമ്മുടെ തൊട്ടടുത്ത് പിറവത്തിനടുത്ത് പഴയ HNLന്റെ സ്ഥലത്ത് തയ്യാറായിരുന്നു ആളുകൾ. ഇതെല്ലാം ഉണ്ടായിട്ടും കേരളത്തിന്റെ അതും കേരളത്തിനെ പോലെ ആരോഗ്യ രംഗത്ത് തീർച്ചയായും അതിനുള്ള അർഹതയുള്ള കേരളത്തിന് AIMS നൽകാത്ത, ഇനിയും നൽകാൻ കഴിയാത്ത ഒരു MP ഉണ്ടായി, ഒരു മന്ത്രി ഉണ്ടായി, എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മോഡി. അതിന്റെ പുറകിൽ കേരളത്തിനോടുള്ള ശത്രുത തന്നെയാണെന്ന് ഇവിടുത്തെ വോട്ടർമാർ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ മോഡിയുടെ ഈ യാത്ര നഷ്ടക്കച്ചവടമായിരിക്കും RSS BJPക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ പറയട്ടെ സർ. ഒന്ന്, BJPയുടെ പൊതുവെ ഉള്ള ഒരു ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു നോർത്ത് ഇന്ത്യൻ മെന്റാലിറ്റി വെച്ചാണ് BJP കേരളത്തെയും കാണുന്നത്. അത് കേരളത്തിൽ ഒരിക്കലും വിലപ്പോകില്ല എന്നവർക്ക് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ശരിയാണ്. ഞാൻ മറന്നുപോയി. അങ്ങനെ ആ ഒരു ആംഗിൾ പോലും ഞാൻ പറഞ്ഞു. ഈ വടക്കേ ഇന്ത്യയിൽ വളർന്ന് വേരോട്ടമുണ്ടായി മുസ്ലിം വിരുദ്ധതയിൽ വളർന്ന ഒരു പ്രസ്ഥാനത്തിന് ഇനിയും കേരളവും തമിഴ്നാടും കർണാടകയും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്. അത് അല്ലെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. കറക്റ്റ്. യു ആർ വെരി റൈറ്റ്. ഒരു ബുദ്ധിയുള്ള പാർട്ടി ചെയ്യില്ലായിരുന്നു. ഒരിക്കലും ചെയ്യാത്ത. നിങ്ങൾ വോട്ട് പിടിക്കാൻ പോകുന്നത് അവിടുത്തെ ലോക്കൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ലോക്കൽ ആൾക്കാരുടെ വോട്ടാണ്, അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ പോകുന്നില്ല. അവിടെ ഉള്ള ബംഗാളികളും ബീഹാറുകളും പോലും BJPക്കെതിരെ വോട്ട് ചെയ്യും. കാരണം വെച്ചാൽ കേരളത്തിൽ അവർ അതുപോലെ വേറൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ? ഈ കേരളത്തിൽ വന്നിട്ട് ഇത്ര വലിയ യുദ്ധം ഗൾഫ് മേഖലയിൽ നടന്നിട്ട് ഇത്ര ലക്ഷം മലയാളികളുള്ള ഗൾഫിൽ അദ്ദേഹം ഒരു വാക്ക് ആശ്വാസത്തിന്റെ കേരളത്തിലെ ഈ പ്രവാസി കുടുംബങ്ങളോട് പറഞ്ഞോ? ഇത്രയും കാരുണ്യരഹിതമായ വെറും വർഗീയ രാഷ്ട്രീയം മാത്രം എങ്ങനെ കേരളത്തിൽ വന്ന് പറയാൻ കഴിഞ്ഞു? നിരവധി കുടുംബങ്ങൾ അസ്വസ്ഥതയിലാണ്. നിരവധി അവരുടെ കുടുംബത്തെ കുറിച്ച്. എൻ്റെ ഒരു മരുമകളും എൻ്റെ ഒരു സഹോദരിയും 10 ദിവസം അവിടെ കുടുങ്ങിയിട്ട് ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഞങ്ങൾ തിന്ന തീ ഞങ്ങൾക്കറിയാം. കേരളത്തിലെ നിരവധി കുടുംബങ്ങളിൽ ദുബായിലും അബുദാബിയിലും സൗദിയിലും അവരെല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളുകൊണ്ട്. എന്നിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വന്നിട്ട് ഒരക്ഷരം പറയാതെ പോയത്. ഇത് കേരളത്തിലെ CPM-നും കോൺഗ്രസിനും പോലും ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത്രയുള്ള രാഷ്ട്രീയ ശൂന്യതയാണ് ചെറിയാൻ. പണ്ട് നമുക്കറിയാമല്ലോ KP. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്കും നമ്മുടെ CPM-ന് പോലും പലതും പറയുന്നുണ്ട്. ഈ റിയാസിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ NRI-കളുടെ കുടുംബം, ഇവിടുത്തെ ഗൾഫിൽ നിന്ന് വരേണ്ടവരുടെ യാത്ര, ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഒരു പ്രധാനമന്ത്രി വന്നു പോയിട്ട് അതിനെ വിമർശിക്കാനുള്ള രാഷ്ട്രീയം പോലും നഷ്ടപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? പിന്നെ ബുദ്ധിജീവികളുടെ കാര്യം പോകട്ടെ. ബുദ്ധിജീവികൾക്ക് ഇതൊന്നും അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. അവർ NRI-കളുടെ ആതിഥ്യം സ്വീകരിച്ച് ഗൾഫിൽ പോകും. ഈ ബുദ്ധിജീവികൾ, കവികളും സാഹിത്യകാരന്മാരും സിനിമാക്കാരും അവരുടെ ഗൾഫിലും ദുബായിലും പോയി ആസ്വദിക്കും NRI-കളുടെ. പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ ഒരക്ഷരം വാതുറക്കില്ല. അതും നമ്മളിപ്പോ കാണുന്നുണ്ട്. അതാണ് സാർ. വേറെ ഒന്നുകൂടി എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, കേരളത്തിന് ഒരു AIMS ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, എയിംസിന്റെ ഡൽഹിയിലെ AIMS പോലും ഇപ്പോൾ പഴയ AIMS അല്ല. അവിടുത്തെ എല്ലാ നല്ല ഡോക്ടർമാരെയും മെഡിക്കൽ എക്സ്പേർട്സിനെയും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞു. ഇപ്പോഴുള്ളത് പഴയ പേര് മാത്രമാണ്. കേരളത്തിന് ഇപ്പോൾ ഒരു IIT കൊടുക്കുകയാണെങ്കിൽ പഴയ IIT-കൾക്ക് ഇപ്പോഴും ശരിയാണ്.
അതെ, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. AMS പഴയ AMS അല്ല. ഒന്ന്. രണ്ട്, കേരളത്തിൽ AMSനോടൊപ്പം കിടപിടിക്കുന്ന നിരവധി സ്വകാര്യ ആസ്പത്രികൾ ഉണ്ട്. ഇത് ശ്രീചിത്ര സെന്റർ ശ്രീചിത്ര സെന്റർ പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മളൊരു എയിംസിന് വേണ്ടി കലവില കൂട്ടേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാൻ. അതെ, അത് നമ്മൾ പറഞ്ഞു പോയി. നമ്മൾ പണ്ടേ പറഞ്ഞു പോയത് കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അത് വന്നു കഴിഞ്ഞു. അപ്പൊ ഒരു അവഗണനയായി തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെട്ടു. താങ്കൾ പറഞ്ഞതുപോലെ അതാണോ മുഖ്യ ആവശ്യം ഉന്നയിക്കേണ്ടത് എന്നുള്ളതിൽ എനിക്കും സംശയമുണ്ട്. അവിടെയാണ് സർ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ബി ജെ പി എത്ര വലിയ മാമാങ്കങ്ങളും കുംഭമേളകളും നടത്തിയാലും നമുക്കറിയാം, അവിടെ ഒരു ഹിന്ദു ഫോട്ടോഗ്രാഫർ വന്ന് ഒരു മുസ്ലിം പയ്യനെ കേരളത്തിൽ കല്യാണം കഴിച്ചു. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ കൊട്ടിഘോഷിച്ച ശ്രീധരന്റെ പദ്ധതിക്ക് യാതൊരു എന്നൊരു അക്ഷരം പറഞ്ഞില്ല. അദ്ദേഹം എടപ്പാളിൽ ആപ്പീസ് തുറന്നു കഴിഞ്ഞു. അദ്ദേഹം BJP നൽകിയ ഉറപ്പിൽ പൊന്നാനിയിലും എടപ്പാളിലും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലാണെന്ന് തോന്നുന്നു വിളക്ക് കൊളുത്തി റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഒരു അക്ഷരം കണ്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇരുത്താത്തതിന് പകരം സാബു ജേക്കബ് എന്ന എറണാകുളത്തെ മറ്റേ ഒരു വ്യവസായി, ഈയിടെ 2020 എന്ന് പറയുന്ന വ്യവസായിയെ പിടിച്ചിരുത്തിയത്. പിന്നെ എന്തിനാണ് ഈഡൻ അതിൽ പോയിരുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോൺഗ്രസ് MP ഇത്രയും കേരളത്തെ അപമാനിച്ച ഒരു അവസ്ഥയിൽ ഈഡൻ MP മാത്രമാണ്, എറണാകുളത്തെ MP മാത്രമാണ് ആ സദസ്സിൽ പോയി. അത് വാസ്തവത്തിൽ കോൺഗ്രസിന് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ, അവരെ ഒറ്റപ്പെടുത്തുന്നതിന്, BJPയെ ഒറ്റപ്പെടുത്തി എന്ന് കാണിക്കുന്നതിന് ആ ഈഡൻ അവന്റെ സാന്നിധ്യം ഒരു തടസ്സമായി എന്നാണ് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഉള്ളത്. അതും കോൺഗ്രസ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ല സർ, ഇതൊക്കെ കാണിക്കുന്നത് BJPയുടെ അവകാശവാദങ്ങളൊക്കെ വീണ്ടും പൊള്ളയാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഡൽഹിയിൽ നിന്നുണ്ട്. താങ്കൾ എന്താണ് അതിന്റെ ഗ്രൗണ്ട് സീറോയിൽ എന്താ കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. തോന്നുന്നത് BJPക്ക് വോട്ട് ചെയ്യാൻ ഒരു ശക്തമായ റീസണും ഒരു ശക്തമായ കാരണവും BJP പ്രൈം മിനിസ്റ്ററും ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പൂജ്യ അവസ്ഥ, നിയമസഭയില് പൂജ്യമാകുമ്പോൾ സമ്പൂജ്യം എന്ന് പറയാറുണ്ട്, അത് തുടരാനല്ലേ സാധ്യത? അതെ, തീർച്ചയായിട്ടും ഞാൻ തോന്നുന്നു. പക്ഷെ അതിനൊരു അപകടമുണ്ട് ചെറിയാൻ. ഇവർ തോൽക്കാൻ സമ്മതിക്കാത്തൊരു പാർട്ടിയാണ്. ഇവർ എവിടെയായാലും എന്ത് ചെയ്തും ജയിക്കണമെന്നുള്ള ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുള്ള കൂട്ടരാണ് RSSും BJPയും മോഡിയും മറ്റും. അതുകൊണ്ട് കേരളത്തിൽ തങ്ങളുടെ കാറ്റ് ഇത്തവണ തങ്ങൾക്ക് അനുകൂലമല്ല. നേമം, വട്ടിയൂർക്കാവ്, തൃപ്പൂണിത്തറ, പാലക്കാട് ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇവരെന്താണ് ചെയ്യുക എന്നുള്ളത് ഈ ഇലക്ഷൻ കമ്മീഷണറെ ഉപയോഗിച്ച്, ഈ ഗണേഷ് കുമാറിനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിൽ തങ്ങളുടെ ജാള്യം മറയ്ക്കാൻ എന്ത് അക്രമത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്, എന്ത് കൃത്രിമത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ജനാധിപത്യ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് തടയുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെയാണ് സർ ഈ ഇന്ത്യ ബ്ലോക്കിന്റെ സാന്നിധ്യം കേരളത്തിലുണ്ടാകുന്നത്. ഇന്ത്യ ബ്ലോക്ക് മൊത്തമായ മരണമില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ ബ്ലോക്ക് മെന്റാലിറ്റി കേരളത്തിൽ ഉണ്ടായാൽ ഇത് നേരിടാൻ പറ്റും. പക്ഷെ അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ഇന്ന്. ഇന്ത്യ ബ്ലോക്ക് രാഷ്ട്രീയം, RSS BJP ഫാസിസത്തിനെതിരെ അത് കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പരാധീനതകളിൽ ഒന്നാണ്. വളരെ അപകടകരമായിട്ടുള്ള വലിയൊരു അവസ്ഥയാണ്. ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ പരസ്പരം മുഖ്യ ശത്രുക്കളെ പോലെ പോരാടിക്കൊണ്ടിരിക്കുന്നിടത്ത് BJPക്ക് മുന്നേറ്റം ഉണ്ടാവാതെ തരമില്ല. ഇതാണ് നമ്മുടെ നിസ്സഹായ അവസ്ഥ. ഈ നിസ്സഹായാവസ്ഥ ജനങ്ങൾ അനുഭവിച്ചിട്ട് ശേഷമേ CPMഉം കോൺഗ്രസും മനസ്സിലാക്കുന്നുള്ളൂവെങ്കിൽ, അല്ലെങ്കിൽ ലീഗിന് പരിമിതികളുണ്ട്. ഈ കോൺഗ്രസ് നേതൃത്വവും CPM നേതൃത്വവും ജനങ്ങൾ അനുഭവിച്ചിട്ട് മാത്രമേ തങ്ങൾ ഇന്ത്യ ബ്ലോക്ക് രാഷ്ട്രീയം ഉൾക്കൊള്ളൂ എന്നാണെങ്കിൽ അതിന് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. കാരണം അത് കൊടുക്കേണ്ട വില നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. സമ്പന്നരായ മുസ്ലിംസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇത് വളരെ 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 അപകടകരമാണ്. ഇത് ഈ CPI കോൺഗ്രസ് ശത്രുതയുടെ ഒരു അന്തരീക്ഷവും വ്യക്തിവിരോധങ്ങളുടെയും വെറും അപവാദ പ്രചരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ഒരു ഇതായി വരുന്നത്.
എനിക്കൊരു ചോദ്യമുള്ളത്, ഈ പ്രാവശ്യം CPM തോക്കുവാണെങ്കിൽ ഈ ഇന്ത്യ ബ്ലോക്ക് പതുക്കെ ഒരു പേർജിലൂടെ ഇന്ത്യ ബ്ലോക്ക് തിരിച്ചു വരാൻ, ഇന്ത്യ ബ്ലോക്ക് മെന്റാലിറ്റി എന്ന് പറയുന്നതെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി അതിന് ആവും എന്ന് തന്നെയാണ് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോഴും ഇന്ത്യ ബ്ലോക്കിന്റെ തിരിച്ചു വരവ് രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തെയും ഒഴിവാക്കി അസാധ്യമാണ്. അതാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനോട് യോജിക്കാനേ കഴിയില്ല. കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഏക നേതൃത്വത്തെ ഇല്ലാതെ ഇന്ത്യ ബ്ലോക്ക് നേതൃത്വത്തെ നയിക്കാൻ ആര് വരുമെന്നാണ് കോൺഗ്രസിൽ പറയുന്നത്? ഖാർഗെ നയിക്കുമോ? ആർക്കാണ് കോൺഗ്രസിൽ ഇപ്പോഴും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത്? അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും അടങ്ങിയ നെഹ്റു കുടുംബം തന്നെയാണ്. അതില്ലാത്ത ഒരു NDA സ്വപ്നം വെറുതെ അത് NDAയുടെ ശത്രുക്കൾ പറയുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ദേശീയ തലത്തിൽ ഇടതുപക്ഷം, അവശിഷ്ട ഇടതുപക്ഷം, ദ റെമിനന്റ് ഓഫ് ലെഫ്റ്റ്, അതാണ് ഇടതുപക്ഷം എന്ന് പറയാൻ ഒരു മുഖ്യധാരാ ശക്തി ഇന്ന് ഇന്ത്യയിൽ ഇല്ല. അവർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും തൊഴിൽ സമര രംഗത്തും അവർ വളരെ ദുർബലമാണ്. അവര് പറയുന്നുണ്ട് പാർലമെന്റ് സീറ്റ് അല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ശക്തിയെന്ന്. ശക്തി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രക്ഷോഭങ്ങളിൽ കാണണ്ടേ? പ്രക്ഷോഭങ്ങളിൽ എവിടെയാണ് നിങ്ങളുടെ ശക്തി കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഈ ഫാസിസത്തിനെതിരായി ഏത് പ്രക്ഷോഭത്തിന്റെ അവ സ്വതന്ത്രമായി എന്താണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പ്രക്ഷോഭത്തിന്റെ തലത്തിലും പാർലമെന്റിലും വളരെ ദുർബലമായ ഇടതുപക്ഷത്തിന് ഇതിൽ വലിയ കാര്യമായ പങ്കില്ല. എനിക്ക് തോന്നുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അവരുടെ രാഷ്ട്രീയത്തിൽ അവരുണ്ടാവണം ഇന്ത്യ ബ്ലോക്കിൽ. അല്ലെങ്കിൽ തികച്ചും വലതുപക്ഷപരമായ മൃദു ഹിന്ദുത്വ മുതലാളിത്ത പാതയിലേക്ക് NDA പോകും. കാരണം ഇവരുടെ എല്ലാം പ്രാദേശിക നേതാക്കളുടെയും താല്പര്യം ഈ ഒരു വ്യക്തിപരമായ താല്പര്യം, കുടുംബ താല്പര്യം, അവരുടെ ധനികരുമായിട്ടുള്ള അവരുടെ ബന്ധം. അതുകൊണ്ട് കുറച്ചെങ്കിലും ഇടതുപക്ഷ ഉള്ളടക്കം നൽകാൻ ഇന്ത്യ ബ്ലോക്കിൽ CPM-ഉം ഇടതുപക്ഷ കക്ഷികളും CPIML ലിബറേഷനും നിശ്ചയമായും വേണം. പക്ഷേ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അല്ല, പക്ഷെ അത് സീതാറാം യെച്ചൂരിക്ക് തോന്നിയിരുന്നു. അദ്ദേഹം ഒരു പറഞ്ഞാൽ ഇന്ത്യ ബ്ലോക്കിന്റെ കോർഡിനേറ്റർ, അദ്ദേഹത്തിന് ഒഫീഷ്യലി ഇല്ലെങ്കിലും അദ്ദേഹമായിരുന്നു അത് ചെയ്തിരുന്നത്. അദ്ദേഹമില്ല. അത് CPM-ൽ നിന്നും ബേബിയോ അല്ലെങ്കിൽ മിസ്റ്റർ ഭട്ടാചാര്യ ലിബറേഷന്റെ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലെ മിക്കവാറും കാണാറുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു എനിക്ക് താങ്കളുടെ അഭിപ്രായം കൂടി ഞാൻ അന്വേഷിക്കുകയാണ്. അതിന് യോഗ്യൻ, അതായത് യെച്ചൂരിയുടെ ഷൂസിൽ അല്ലെങ്കിൽ ചെരുപ്പിൽ കയറാൻ ബേബിയേക്കാൾ കൂടുതൽ യോഗ്യൻ ദീപങ്കർ അല്ലേ? ആണെന്ന് തോന്നുന്നു. കാരണം വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം അറിയാം. ദീപങ്കർക്ക് ഹിന്ദി വളരെ കൃത്യമായി സംസാരിക്കാൻ അറിയാം. ബാക്കി ഉള്ളവരും, പ്രത്യേകിച്ച് JNUവിലെ അവരുടെ ഐസായുടെ ഒരു പ്രഭാവം അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ദിവാങ്കർ ഭട്ടാചാര്യ ആയിരിക്കും എനിക്ക് തോന്നുന്ന മുഖ്യധാര ഹിന്ദി ഹൃദയഭൂമിയിലും ബംഗാളിലും ബീഹാറിലും ഡൽഹിയിലും ഒക്കെ വിദ്യാർത്ഥി രംഗത്തും ഒക്കെ യുവജന സ്ത്രീ രംഗത്തുമെല്ലാം എനിക്ക് തോന്നുന്നത് കൂടുതൽ രാഷ്ട്രീയ സ്വാധീന ശക്തി CPIM ലിബറേഷനിലെ ദീപങ്കറിനാണെന്ന് തോന്നുന്നു. MA ബേബിക്ക് ബന്ധങ്ങളുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ പരിമിതികളും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ആഗ്രഹിക്കാനേ കഴിയുള്ളൂ. അതാണ്, അങ്ങനെയാണ് സംഗതികൾ പോകുന്നത് എന്നാണ് എനിക്കും തോന്നുന്നത്, താങ്കൾ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഒന്ന് വളരെ കൃത്യമാണ്, മോഡിജിയുടെ വിസിറ്റ്, പ്രൈം മിനിസ്റ്റർ മോഡി എന്ന BJPയുടെ തുറുപ്പ് ചീട്ട് കേരളത്തിൽ ഫലം കാണുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്, ചിലവാകുന്നില്ല. അപ്പൊ അത് ഇന്ത്യ ബ്ലോക്ക് എന്ന സ്പിരിറ്റിലേക്ക് ബാക്കിയുള്ളവരെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു ഡൗൺ സൈഡും ഉണ്ട്. അതായത് കോൺഗ്രസും CPM-ഉം ഇതേ കുടിപ്പക കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കും. അതിന് തലയിടാൻ BJP ഇല്ല. BJPയുടെ സ്ട്രെങ്ത് ഒന്നാല് താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അവസരമല്ലാതെ അവരുടെ വേദനാജനകമായ അവസ്ഥയിലൂടെ മാത്രമേ അത് ഉണ്ടാകത്തൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വളരെ നിർഭാഗ്യകരമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.